സർക്കാർ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്ന പൊതിച്ചോർ പരിപാടി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ ജി സുധാകരന് നാട്ടുകാർ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. ഈ നാട്ടിൽ ഡിവൈഎഫ്ഐ ആരംഭിച്ച പൊതിച്ചോർ എങ്ങനെയാണ് ജനങ്ങളുടെ ഉള്ളിൽ കുടിയേറിയിരിക്കുന്നത്, എങ്ങനെയാണ് അവർ അത് ഏറ്റെടുത്തിരിക്കുന്നത്, അതിനെ കൊടിയും വെച്ച് ഷെഡും കെട്ടി കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിച്ച് ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട സുധാകരൻ ഉള്ളിലെ കോൺഗ്രസ് സ്നേഹം കൊണ്ട് അടിച്ചുവിട്ട ഡയലോഗാണെങ്കിലും ആ ഡയലോഗ് ജനങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു എന്നതിന് ഈ ഒരൊറ്റ മറുപടി മതി. കൂട്ടുകാരെ, ജി സുധാകരൻ സാർ പറഞ്ഞതാട്ടോ, മെഡിക്കൽ കോളേജുകളിൽ ഒരു സംഘടനയും പൊതുച്ചേറ് കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന്, അത് തടയണമെന്ന്. എന്റെ പൊന്നു സാറേ, അങ്ങനെയാണെങ്കിൽ രോഗികൾക്കും അവരുടെ കൂടെ നിൽക്കുന്നവർക്കും ഫ്രീ ആയി ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതി തയ്യാറാക്ക്, എന്നിട്ട് സംസാരിക്ക്. ഈ പൊതുച്ചോറൊക്കെ കൊടുത്തു വിടണത് വീട്ടിലുള്ള അമ്മമാരാണ്. അവര് രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കില്ല. ഈ പൊതുച്ചോറിന് സ്നേഹത്തിന്റെ, മനുഷ്യന്റെ ജീവന്റെ വിലയുണ്ട്. എന്റെ പൊന്നു സാറേ, ഡിവൈഎഫ്ഐ പ്രവർത്തകര് ഞങ്ങൾ പൊതുച്ചോറ് കൊടുക്കാറുണ്ട് കേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്റെ അടുത്ത് വന്നിട്ട് എന്റെ വീട്ടിലോ വന്നിട്ട് വോട്ട് ചോദിച്ചിട്ടില്ല കേട്ടോ. സാറേ, മനുഷ്യന്റെ വിശപ്പകറ്റാനല്ലേ ചെയ്യുന്നത്, അതും രാഷ്ട്രീയമാക്കല്ലേ, വല്ലാത്ത അരിയാക്കല്ലേ നിങ്ങള്. മനുഷ്യന്റെ വിശപ്പകറ്റുന്നത് അത് ദൈവത്തിന് തുല്യാണ്. സഖാക്കളെ, നിങ്ങൾ തുടരുക, എല്ലാവരും നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും. കേട്ടല്ലോ, നമ്മുടെ നാട്ടിലെ അമ്മമാരുടെ സ്നേഹമാണ്. അതിൽ കോൺഗ്രസ്സുകാരോ ചിലപ്പോ സംഘികളോ ഉണ്ടാകത്തില്ല. പക്ഷേ അവര് മാത്രമല്ല കേരളത്തിൽ വയറെരിയുന്ന മനുഷ്യരെ ആശുപത്രിയിൽ കണ്ടവർ, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പോയപ്പോൾ അവിടെ ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യരെ കണ്ടവർ, അവരെ മുന്നിലേക്ക് ഒരാവശ്യവുമായി ഡിവൈഎഫ്ഐ ചെല്ലുമ്പോൾ അതിനെ നെഞ്ചോട് ചേർത്ത് നിറഞ്ഞ മനസാലെയാണ് ആ ആഹാരം വിളമ്പുന്നത്. ആ ആഹാരം പൊതിഞ്ഞു കെട്ടി കൊടുക്കാൻ അവർ കാണിക്കുന്ന ഉത്സാഹം, അത് ആരും നിർബന്ധിച്ചിട്ടല്ല, അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ്. ആ വികാരമാണ് സുധാകരൻ ഇപ്പോൾ ചൊറിച്ചിലുണ്ടാക്കിയത്. കാര്യം, വീടുകളിൽ ചെന്ന് കളക്ട് ചെയ്ത് അതിനെ വണ്ടി പിടിച്ച് കൊണ്ടുവന്ന് മനുഷ്യരുടെ കയ്യിൽ മുടങ്ങാതെ കൊടുക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അങ്ങനെയുള്ള പരിപാടി അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിന് പറഞ്ഞ ന്യായീകരണം അവിടെ അടുപ്പ് കൂട്ടി വേവിക്കുന്നു എന്നാണ്. എവിടെയാണ് പൊതിച്ചോറ് അടുപ്പ് കൂട്ടി വേവിക്കുന്നത്? ഒരിടത്തും അങ്ങനെ വിതരണം ചെയ്തിട്ടില്ല. പക്ഷെ പച്ച കള്ളം പറയുകയാണ്. അതിനോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ തെളിവാണ് വീടുകളിൽ പൊതിച്ചോർ പൊതിയുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇതുപോലുള്ള നിരവധി വീഡിയോകളാണ് സുധാകരന് മറുപടി ആയിട്ടിരിക്കുന്നത്. എല്ലില്ലാത്ത നാവും അധികാരവും മൂത്ത് കോൺഗ്രസിന്റെ തിണ്ണനിറങ്ങാൻ പോയ വ്യക്തി ഇന്നിപ്പോ പൊതിച്ചോറിനെ തന്നെ മാങ്ങാണ്ടി മനസ്സുമായി അധിക്ഷേപിക്കാൻ ഇറങ്ങിയതിന് ജനം കൊടുക്കുന്ന ഈ മറുപടി തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തേൽക്കുന്ന ഓരോ അടിയുമാണ്.